ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരളത്തിൽ ശക്തമായ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടേഴ്സ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച കാസർഗോഡ്, കണ്ണൂർ, വയനാട് എന്നീ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയല്ല. കോളേജുകൾക്ക് ബാധകമാണോ? ഈ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി സ്ലൈഡിലൂടെ തന്നെ ആൻസർ പറയുകയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ കൂടെ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതുപോലെ തന്നെ അവധിയാണ്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ, അംഗൻവാടികൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും അവധി ബാധകമല്ല. മോഡൽ റെസിഡൻഷ്യൽ അഥവാ MRS സ്കൂളുകൾക്കും നവോദയ സ്കൂളുകൾക്കും അവധി ബാധകമല്ല എന്ന് കളക്ടർ വയനാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം തന്നെ കാസർഗോഡ് ജില്ലയിലും റെഡ് അലേർട്ട് തുടരുകയാണ്. ആ സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ജില്ലയിലെ സ്റ്റേറ്റ്, CBSE, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ജൂലൈ 19 അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോളേജുകൾക്ക് നാളത്തെ അവധി ബാധകമല്ല. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിലും മാറ്റമല്ല. അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച കാസർഗോഡും കണ്ണൂരും വയനാടും കംപ്ലീറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. പാലക്കാട് ജില്ലയിൽ കനത്ത കാലവർഷത്തിൻ്റെയും മഴക്കെടുതികളുടെയും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ, കിൻഡർ ഗാർഡൻ, മദ്രസ, ട്യൂഷൻ സെന്റർ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ 19 ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും റെസിഡൻഷ്യൽ രീതിയിൽ പഠനം നടത്തുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ വിദ്യാലയത്തിനും അവധി ബാധകമല്ല. കുട്ടികൾ തടയണകളിലും പുഴകളിലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മേഖല, ജില്ലാ തലങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പാഠ്യേതര പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ സംഘാടകർ ഔദ്യോഗികാനുമതി വാങ്ങേണ്ടതും വിദ്യാർത്ഥികളുടെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുമാണ്. പാലക്കാട് ജില്ലയിലാണ് ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തോരാ മഴയാണ്. ഇരുവരഞ്ഞി പുഴയും അതുപോലെ തന്നെ പൂനൂർ പുഴയും കര കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യത്തിൽ നാളെ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് നാളെ ജൂലൈ 19 വെള്ളിയാഴ്ച അവധി ആയിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം നമ്മുടെ കനത്ത മഴ തുടരുന്ന മലപ്പുറം ജില്ലയിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു എന്ന രീതിയിൽ വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്ന ആ ഒരു ഫോട്ടോ, സ്ക്രീൻഷോട്ട് വ്യാജമാണ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോട്, കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അരീക്കോടും കൊണ്ടോട്ടി സബ് ജില്ലകളിൽ മാത്രമാണ് ഈ ഒരു അവധിയെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കനത്ത മഴ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതുപോലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധികളൊന്നുമല്ല. ദേവികുളം താലൂക്കിലും ചിന്നക്കനാൽ പഞ്ചായത്തിലെയുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ഈ വീഡിയോ കാണുന്നത് SSLCയോ +1ഓ +2ഓ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന ഓണപ്പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്കോ മോഡൽ പരീക്ഷയ്ക്കോ മെയിൻ എക്സാമിനോ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ന ലക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൈകളിൽ എത്തേണ്ടത് നല്ല ഗൈഡുകളും ഗൈഡൻസ് ചെയ്യുന്ന മെൻറ്റേഴ്സുമാണ്. നല്ല ഗൈഡുകൾക്ക് വേണ്ടി ഷുവർ A+ ബുക്കിന് വേണ്ടി MS സൊല്യൂഷൻസിൻ്റെ എക്സ്പെക്റ്റഡ് ഷുവർ ക്വസ്റ്റ്യൻസ് അടങ്ങിയ പുസ്തകം നിങ്ങളുടെ കൈകളിൽ വീട്ടിലേക്ക് പോസ്റ്റ് ഓഫീസ് ത്രൂ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ഇനി അതല്ല, MS സൊല്യൂഷൻസിൻ്റെ കൂടെ
ഒരു വർഷം പൂർണ്ണമായിട്ടും SSLCയോ +1 പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അടിപൊളിയായിട്ട് മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയും ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ ഉഷാറായിട്ട് പഠിച്ചെടുക്കാം. അതും എക്സാമിന് വരുന്ന ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയും ചെയ്യാം. അതിനൊക്കെ ഈ നമ്പറുകളിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് +1 ഈ ഒരു നമ്പറാണ്, SSLC ഈ ഒരു നമ്പറും, മെറ്റീരിയൽ ആണെങ്കിൽ ഈ ഒരു നമ്പറിലേക്കുമാണ്. ഈ 3 നമ്പേഴ്സും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും 7ഓളം ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്ന കോട്ടയം ജില്ലയിലും എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഈ നിലവിൽ അവധി ബാധകമല്ല, അവധി ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും നല്ല അടിപൊളി വീഡിയോ ക്ലാസ്സുകൾക്കും ലൈവ് ഷെഡ്യൂളുകൾക്കും എല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.